എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. വെണ്ടയ്ക്ക ഇഷ്ടപ്പെടാത്തവരും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അതിൻ്റെ കഷ്ണം ഇഷ്ടമായില്ലെങ്കിലും ഗ്രേവി തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ നന്നായിരിക്കും. ഇവിടെ ചപ്പാത്തിക്കും എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ചോറിനും എടുത്തിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതേപോലെ മുറിച്ചിടുക. എന്നിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ആ വെണ്ടയ്ക്ക ഇട്ടിട്ടൊന്ന് വഴറ്റുക. വെണ്ടയ്ക്കയുടെ ആ കൊഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും അതേപോലെ 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി 3-4 ആക്കണം എന്നില്ല, നിറയെ ചെറിയ ഉള്ളി എടുത്താലും ഒരു കുഴപ്പമില്ല, നല്ല സ്വാദായിരിക്കും. വെണ്ടയ്ക്കയുടെ കൊഴുപ്പൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയ ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ജീരകം ഇടാം, ഒരു നുള്ള് ജീരകം. എന്നിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ച വലിയുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് വേറൊരു പാത്രത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് 6-7 വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ച് ഉണക്കമുളക്. ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളകാണ്. അതാവുമ്പോൾ കൂടുതൽ എരിവുണ്ടാവില്ല, എന്നാൽ കളറ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കാശ്മീരി മുളകുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇടേണ്ടത്, മല്ലിപ്പൊടിയല്ല. അതും കൂടെ ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് ഒരു നുള്ള് ജീരകവും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചുവക്കനെ ഒന്ന് വറുത്തെടുക്കാം. ചുവക്കന എന്ന് പറയുമ്പോൾ മല്ലി കരിഞ്ഞു പോകരുത്, കരിയുന്ന രീതിയിലല്ല, അത്യാവശ്യം ഒന്ന് അതിനൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 2 നല്ല പഴുത്ത തക്കാളിയും കൂടെ ഒന്ന് അടിച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ച ചൊയ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ അവസാനം നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. വെണ്ടയ്ക്കയും കൂടെ ഇട്ട ശേഷം വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക ആവശ്യമാണെങ്കിൽ. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ച ചൊയൊക്കെ മാറിയിട്ട് അത് നന്നായിട്ട് വറ്റി വന്ന ശേഷം വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലി മുളകൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് ആ വഴറ്റി വെച്ച ഉള്ളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. തിളച്ച ശേഷം അതിനകത്തേക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം അതും ഒന്ന് തിളയ്ക്കാൻ വെക്കുക. ഒന്ന് തിളച്ച ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിനകത്തേക്ക് 1 നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് അതിൻ്റെ പുളിപ്പും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്, അല്ലാതെ കൂടുതലായിട്ട് മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ മല്ലിയിലയും കൂടെ ഇടാം. ഇവിടെ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ദിവസം ഉണ്ടാക്കിയപ്പോൾ മല്ലിയില ഇട്ടിട്ടില്ല. ഇതിൻ്റെ കൂടെ ഇവിടെ കുറച്ച് ചോറും എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. ചോറ് ഞാനിതിൽ എടുത്തത് കാണിച്ചിട്ടില്ല. അതേപോലെ ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ചോറിനത് ടേസ്റ്റ് ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടെ എടുത്തൊന്ന് കഴിച്ചോന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചടിയും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ എല്ലാത്തിനും തൈരോ അല്ലെങ്കിൽ തൈരൊഴിച്ചതോ മോരൊഴിച്ചതോ ആയ എന്തെങ്കിലും ഉണ്ടാവും, അങ്ങനെ അതുകൊണ്ടാണ് ഈ പച്ചടിയും കൂടെ എടുത്തത്. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.